വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഇനി നമ്മൾ എക്സസൈസ് 3.3 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ കുറേ ഐഡൻറ്റിറ്റീസ് പഠിച്ചു, അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിക് വാല്യൂസും അതിൻ്റെ റേഷ്യോസും പിന്നെ ഓരോ ആംഗിളിലും എന്തായിരിക്കും ആ ഫംഗ്ഷൻ്റെ വാല്യൂ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ ഒരു പ്രൂഫ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ എക്സസൈസിൽ വരിക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 equal to minus 1/2. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്തെടുക്കണം? LHS എടുക്കണം. എന്നിട്ട് LHS ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടണം? RHS കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, LHS വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നേ ഈ sin square pi by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin square pi by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin pi by 6 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് sin square pi by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin pi by 6 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാലോ എന്തായിരുന്നു sin pi by 6? sin pi by 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 30 ആയിരുന്നു. അപ്പോൾ sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആയിരുന്നു അല്ലേ. അപ്പോൾ 1/2 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ്. സിമിലർലി cos square pi by 3 എന്തായിരിക്കും? cos pi by 3 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ sin square pi by 6 LHS ഇംപ്ലൈസ്, ഞാൻ ഫസ്റ്റ് എഴുതാൻ പോവാണ്. LHS ഇംപ്ലൈസ്, LHS എന്താണ്? sin square pi by 6 പ്ലസ് cos square pi by 3 മൈനസ് tan square pi by 4. അപ്പോൾ ഞാൻ ഈ sin square pi by 6നെ 1/4 എന്ന് എഴുതി, ബിക്കോസ് sin square pi by 6 നമുക്ക് 1/4 എന്ന് കിട്ടിയല്ലോ. പ്ലസ് cos square pi by 3, cos pi by 3 എന്തായിരുന്നു? cos pi by 3 1/2 ആയിരുന്നു അല്ലേ. അപ്പോൾ 1/2 ദി ഹോൾ സ്ക്വയർ 1/4 എഗെയിൻ. പിന്നെ എന്ത് വരും? മൈനസ് tan square pi by 4. tan pi by 4 എന്തായിരുന്നു? tan pi by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan 45 ആയിരുന്നു. അപ്പോൾ tan square pi by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan 45 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 1 സ്ക്വയർ വരും. ഇനി ഇത് 1/4 പ്ലസ് 1/4 മൈനസ് 1, അതെന്തായിരിക്കും? 2/4 മൈനസ് 1, അല്ലെങ്കിൽ ഇത് 1/2 മൈനസ് 1 ആണ്. ഇതെന്താണ്? മൈനസ് 1/2 ആണ്. ഇതാണ് നമ്മളെ RHS. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ LHSൽ തുടങ്ങി RHSൽ എത്തിയല്ലോ. ഇങ്ങനെയാണ് പ്രൂഫ് ചെയ്യുക. ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും? 2 sin square pi by 6 plus cosec square 7 pi by 6നെ ഈ 7 pi by 6നെ നമ്മൾ മാറ്റിയിട്ട് എന്താക്കി? pi by 6 ആക്കി അല്ലേ. സോ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ മൈ LHS ഇംപ്ലൈസ് 2 sin square pi by 6 പ്ലസ് cosec square 7 pi by 6. ഈ cosec square 7 pi by 6 നമ്മൾ എന്താക്കി? മൈനസ് cosec pi by 6 എന്നാക്കി. അപ്പം ഞാൻ അത് എഴുതാൻ പോവാണ്. പ്ലസ് മൈനസ് cosec pi by 6 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് എന്ത്? 7 pi by 6 ഇൻറ്റു cos സ്ക്വയർ pi by 3. ഇനി സിമ്പിളായിട്ട് എഴുതാമല്ലോ. ദിസ് ഇംപ്ലൈസ് 2 sin square pi by 6. sin pi by 6 എന്തായിരുന്നു? sin pi by 6 1/2 ആയിരുന്നു. സോ ദിസ് ഇസ് 1/2 ദി ഹോൾ സ്ക്വയർ പ്ലസ് cosec pi by 6 മൈനസ് cosec pi by 6 ദി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? cosec square pi by 6 ആയിരിക്കും. അപ്പോൾ cosec pi by 6 എന്തായിരുന്നു? 2 ആയിരുന്നു. ആൻഡ് ദിസ് ഇസ് 2 സ്ക്വയർ ഇൻറ്റു cos square pi by 3. cos square pi by 3 എന്തായിരുന്നു? 1/2 ദി ഹോൾ സ്ക്വയർ ആയിരുന്നു. സോ ദിസ് ഇസ് 1/2 ദി ഹോൾ സ്ക്വയർ. ഇതെന്ത് വരും? ഇവിടെ ഒരു 2ഉം ക്യാൻസൽ ആവും അല്ലേ. സോ ഇത് 1/2 ആയിരിക്കും. ഇവിടെ അതേപോലെ 2 സ്ക്വയറും ക്യാൻസൽ ആവും, 1 ആവും. സോ ദിസ് ഇസ് 3/2 ഈക്വൽ ടു RHS. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? LHSൽ തുടങ്ങിയിട്ട് RHS ആയിട്ടുള്ള 3/2 എത്തി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? cot square pi by 6 പ്ലസ് cosec 5 pi by 6 പ്ലസ് 3 tan square pi by 6 ഈക്വൽ ടു 6. ഇതെങ്ങനെ പ്രൂവ് ചെയ്യണം? ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഈ cosec 5 pi by 6 എന്താണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ cosec 5 pi by 6നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അത് ഫസ്റ്റ് ചെയ്ത് നോക്കാം. cosec 5 pi by 6, ഇതിനെ cosec pi മൈനസ് pi by 6 എന്ന് എഴുതിക്കൂടെ? ഇവിടെ ഇതെന്ത് വരും? 6 ഇൻറ്റു പൈ 6 പൈ. 6 പൈ മൈനസ് പൈ എന്ന് വരുമ്പോൾ 5 പൈ വരും. 5 പൈ ബൈ 6 ആണ് എന്ത്? cosec
പൈ മൈനസ് പൈ ബൈ 6. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൊസീക് പൈ മൈനസ് പൈ ബൈ 6 അതെന്തായിരുന്നു? സെയിം ആയിട്ട് നോക്കുക, നമ്മൾ നേരത്തെ വരച്ച അതേപോലെ തന്നെ നമ്മളെ ക്വാഡ്രൻസിൽ പൈ ഇതായിരുന്നല്ലോ, പൈ മൈനസ് പൈ ബൈ 6. പൈ മൈനസ് പൈ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും അല്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ASTC അല്ലേ? ASTC ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? സൈൻ പോസിറ്റീവാണ്. സൈൻ പോസിറ്റീവ് ആകുമ്പോൾ എന്താണ്? കൊസീക്ക് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇത് പോസിറ്റീവാണെന്ന് കിട്ടി. പൈ ആകുമ്പോൾ എന്ത് മാറില്ല? നമ്മളെ ഫങ്ഷൻ മാറില്ല. അപ്പോൾ ഇതെന്തായിരിക്കും? കൊസീക്ക് പൈ ബൈ 6 തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ സൈൻ മാറില്ല. സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് കൊസീക് പൈ ബൈ 6 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ഇനി സിമ്പിളായിട്ട് ഈ കൊസീക് 5 പൈ ബൈ 6ന് എന്ത് കൊടുക്കാം? കൊസീക് പൈ ബൈ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അത് കൊടുക്കാൻ പോവാണ്. LHS ഇംപ്ലൈസ് കോട്ട് സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കൊസീക് 5 പൈ ബൈ 6ന് ഞാൻ എന്ത് എഴുതി? കൊസീക് 5 ബൈ 6 എന്ന് എഴുതി പ്ലസ് 3 ടാൻ സ്ക്വയർ പൈ ബൈ 6 എന്ന് എഴുതി. ഓക്കെ, ഇനി കോട്ട് സ്ക്വയർ പൈ ബൈ 6 എന്താണ്? നമുക്കറിയാലോ, കോട്ട് പൈ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 അല്ലേ? കോട്ട് പൈ ബൈ 6 √3 ആണ്. അപ്പോൾ കോട്ട് സ്ക്വയർ പൈ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അതേപോലെ കൊസീക് പൈ ബൈ 6 എന്തായിരുന്നു? 2 ആയിരുന്നു. കൊസീക് പൈ ബൈ 6 2 ആണ്. പ്ലസ് 3 ടാൻ സ്ക്വയർ പൈ ബൈ 6. ടാൻ പൈ ബൈ 6 എന്തായിരുന്നു? 1/√3 അല്ലേ? ടാൻ പൈ ബൈ 6 എന്തായിരുന്നു? ടാൻ പൈ ബൈ 6 വാസ് 1/√3. അപ്പോൾ 1/√3 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 3. ഇതെന്ത് വരും? √3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, 2 ആണ്. ഇത് 1/√3 സ്ക്വയർ ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ശരിക്കും ഇത് രണ്ടും ക്യാൻസലായി പോയില്ലേ? ഈ 3യും ക്യാൻസലായി. ബാക്കി എന്ത് വന്നു? 3 പ്ലസ് ദിസ് ഇംപ്ലൈസ് 3 പ്ലസ് 2 പ്ലസ് 1 ദിസ് ഇസ് ഈക്വൽ ടു 6. ഇതാണ് എന്ത്? നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങി? LHSൽ തുടങ്ങി, RHSൽ എത്തി. സോ ദിസ് ഇസ് അവർ പ്രൂഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സൈൻ സ്ക്വയർ 3 പൈ ബൈ 4 പ്ലസ് 2 കോസ് സ്ക്വയർ പൈ ബൈ 4 പ്ലസ് 2 സീക്ക് സ്ക്വയർ പൈ ബൈ 3 ഈക്വൽ ടു 10. അപ്പോൾ ഇതിൽ എന്തൊക്കെ അറിയാത്തതുണ്ട്? നമുക്ക് 3 പൈ ബൈ 4 എന്താണെന്ന് അറിയില്ല അല്ലേ? 3 പൈ ബൈ 4 അറിയില്ല, പൈ ബൈ 4 അറിയാം, പൈ ബൈ 3യും അറിയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സൈൻ 3 പൈ ബൈ 4. അപ്പോൾ ഇതിനെ പൈ മൈനസ് പൈ ബൈ 4 ആക്കിയാൽ എന്ത് കിട്ടും? പൈ മൈനസ് പൈ ബൈ 4 നോക്കാം. പൈ മൈനസ് പൈ ബൈ 4 ചെയ്താൽ എന്താ വരിക? 4 ഇൻറ്റു പൈ, 4 പൈ മൈനസ് പൈ ബൈ 4. അപ്പോൾ എന്ത് കിട്ടും? 3 പൈ ബൈ 4 കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഞാൻ ഈ സൈൻ 3 പൈ ബൈ 4നെ എങ്ങനെ എഴുതി? സൈൻ പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഈ സൈൻ പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റ് ആയിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ച സെയിം സംഭവം വരച്ച് നോക്കുക. പൈ മൈനസ് പൈ ബൈ 6 പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ് അല്ലേ? ASTC ആയിരുന്നില്ലേ? ASTC ആയിരുന്നു. സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇസ് സൈൻ പൈ ബൈ 4. പൈ ആവുമ്പോൾ എന്ത് മാറില്ല? ഫംഗ്ഷൻ മാറില്ല. സപ്പോസ് ഇതൊരു പൈ ബൈ 2 ആയിരുന്നെങ്കിൽ എന്താവും? സൈൻ മാറി കോസ് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ പൈ ആയതുകൊണ്ട് എന്തായി? ഇത് സെയിം സൈൻ പൈ ബൈ 4 ആണ്. അപ്പോൾ നമുക്കറിയാം സൈൻ പൈ ബൈ 4 ആണ് എന്ത്? സൈൻ 3 പൈ ബൈ 4. അപ്പോൾ ഇനി സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സൈൻ പൈ ബൈ 4 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ ദിസ് ബിക്കംസ് LHS ഇംപ്ലൈസ്. LHS എന്ത് വരും? 2 സൈൻ പൈ ബൈ 4 ദി ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് എഴുതാം? സൈൻ സ്ക്വയർ പൈ ബൈ 4 എന്ന് എഴുതാം കേട്ടോ, രണ്ടും സെയിം ആണ്. പ്ലസ് 2 കോസ് സ്ക്വയർ പൈ ബൈ 4 പ്ലസ് 2 സീക്ക് സ്ക്വയർ പൈ ബൈ 3. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് 2 ഇൻറ്റു സൈൻ പൈ ബൈ 4 ദി ഹോൾ സ്ക്വയർ. സൈൻ പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സൈൻ 45 ആയിരുന്നു. സൈൻ 45 എന്താണ്? 1/√2 ആയിരുന്നു. ആൻഡ് 1/√2 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 കോസ് സ്ക്വയർ പൈ ബൈ 4. കോസ്
π/4 എന്തായിരുന്നു 1/√2 ആയിരുന്നു. സോ ഇതും ഞാൻ 1/√2 ഹോൾ സ്ക്വയർ പ്ലസ് 2 സീക്ക് സ്ക്വയർ π/3. സീക്ക് π/3 എന്തായിരുന്നു കോസ് π/3ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. കോസ് π/3 എന്താ 1/2 ആണ്. അപ്പോൾ സീക്ക് π/3 എന്തായിരിക്കും 2 ആയിരിക്കും, 2 സ്ക്വയർ ആയിരിക്കും. സീക്ക് സ്ക്വയർ π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1/2 പ്ലസ് 2 ഇൻറ്റു 1/2 പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ 2 ഇൻറ്റു 4. അപ്പോൾ ഇതെന്തായി 1 ആയി, ഇതും 1 ആയി. 1 പ്ലസ് 1 പ്ലസ് 8 ഇതെന്താണ് 10 ആണ്. ഇതാണ് എന്ത് നമ്മളെ RHS. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങി? LHSൽ തുടങ്ങി RHSലെത്തി. സിമ്പിളാണല്ലോ പ്രൂഫ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. അപ്പോൾ ഈ സൈൻ 75 ഡിഗ്രി പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മളാകെ 30, 45, 60, 90, 0 ഇതൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 75 നമ്മൾ എങ്ങനെ മാറ്റി ഇതിനാണ് നമ്മൾ മറ്റേ എന്ത് യൂസ് ചെയ്യുക? നമ്മളെ ഐഡൻറ്റിറ്റീസ് ഒക്കെ പഠിച്ചല്ലോ. നമ്മൾ കുറച്ച് ഡിഫറൻസ് ഓഫ് ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ അതിൻ്റെ ഇക്വേഷൻസും അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുക. ഈ സൈൻ 75 എങ്ങനെ മാറ്റി എഴുതാം? സൈൻ 30 പ്ലസ് 45 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? സൈൻ 30 പ്ലസ് 45 എന്ന് എഴുതാമല്ലോ. സൈൻ 30 എന്താണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ സൈൻ 45 എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സൈൻ എ പ്ലസ് ബിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ സിമ്പിളായിട്ട്. സൈൻ എ പ്ലസ് ബി എന്തായിരുന്നു? സൈൻ എക്സ് പ്ലസ് വൈ. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആയിരുന്നല്ലോ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ എക്സും വൈയും ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഇവിടെ എക്സ് ആയിട്ട് നമുക്ക് 30 എടുക്കാം, വൈ ആയിട്ട് നമുക്ക് 45 എടുക്കാം. അപ്പോൾ ഈ സൈൻ 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി എന്ത് കിട്ടും? ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് പറയാലോ. സൈൻ 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി ഈക്വൽ ടു സൈൻ 30 ഡിഗ്രി കോസ് 45 ഡിഗ്രി പ്ലസ് കോസ് 30 ഡിഗ്രി സൈൻ 45 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ സൈൻ 30 ഡിഗ്രി എന്താണ്? സൈൻ 30 വി നോ ദാറ്റ് ഇറ്റ് ഈസ് 1/2. കോസ് 45 എന്താണ്? 1/√2. കോസ് 30 എന്തായിരുന്നു? √3/2 ഇൻറ്റു സൈൻ 45 1/√2. അപ്പോൾ എന്ത് കിട്ടി? 1/2√2 പ്ലസ് √3/2√2. 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2√2. ഓക്കെ, എന്ത് കിട്ടി? 1/2√2 പ്ലസ് √3/2√2. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 പ്ലസ് √3/2√2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ സൈൻ 75. ഇതുപോലെ നമുക്ക് ചില ആംഗിൾസ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആംഗിൾസും പറ്റുമോ? ഇല്ല. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്ന ആംഗിൾസ് ഒക്കെ ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്താണ് tan 15? ഈ tan 15 എങ്ങനെയാണ് ചെയ്യുക? 15 നമുക്ക് ഇതേപോലെ അറിയുന്ന ആംഗിൾസിൻ്റെ ടേംസിലാക്കാൻ പറ്റുമോ? 15 ഒരു 45 മൈനസ് 30 എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ എന്തായി? 15 ആയി. 45 മൈനസ് 30 15 ആണല്ലോ. അതേപോലെ നമുക്ക് അറിയുന്ന ഏത് ആംഗിൾസിൻ്റെ ടേംസിൽ വേണമെങ്കിൽ 60 മൈനസ് 45 എന്ന് എഴുതാം അല്ലേ. 60 മൈനസ് 45 എന്താണ്? 15 ആണ്. 55 60 യെസ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ 15 45 മൈനസ് 30 എന്ന് എഴുതുന്നത് അറിയുന്ന ടേംസിലേ എഴുതാം. അപ്പോൾ എന്ത് വരും? tan 45 മൈനസ് 30. അപ്പോൾ tan a മൈനസ് ബി എന്തായിരുന്നു? tan a മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan a മൈനസ് tan b ഈക്വൽ ടു tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b ആണല്ലോ. അപ്പോൾ ഈ tan 45 മൈനസ് 30 ഞാൻ എന്ത് എഴുതാൻ പോവാണ്? ഇവിടെ എൻ്റെ എയും ബിയും എന്താണ്? എ എന്നുള്ളത് 45 ആണ്, ബി എന്നുള്ളത് 30 ആണ്. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റിയിട്ട് tan a മൈനസ് ബി യൂസ് ചെയ്യാൻ പോവാണ്. സോ tan a മൈനസ് ബി എന്തായിരുന്നു? tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b. അപ്പോൾ ഇത് tan 45 മൈനസ് 30 ആയിരിക്കും. ആൻഡ് ദിസ് ഇസ്
tan 45 minus tan 30 divided by 1 plus tan 45 into tan 30. So this becomes tan 45 എന്തായിരുന്നു 1 ആയിരുന്നു അല്ലേ, tan 45 1 ആണ്. 1 minus tan 30 was 1 by root 3 divided by 1 plus tan 45 again 1 ആണ്, tan 30 1 by root 3 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 1 minus 1 by root 3 divided by 1 plus 1 by root 3 എന്ന് കിട്ടി. അപ്പോൾ ഈ 1 minus 1 by root 3 എനിക്ക് എന്ത് എഴുതാം? root 3 minus 1 by root 3. അതേപോലെ തന്നെ ഇവിടെ root 3 plus 1 by root 3 എന്ന് എഴുതാം. അപ്പോൾ root 3 ക്യാൻസലായി ബാക്കി എന്ത് വരും? root 3 minus 1 divided by root 3 plus 1 എന്ന് കിട്ടി. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റാഷണലൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചതല്ലേ, എങ്ങനെയായിരുന്നു? കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? root 3 minus 1 ആണ്. അപ്പോൾ ഞാൻ root 3 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ ഐ എം മൾട്ടിപ്ലൈയിങ് ബൈ root 3 minus 1. അപ്പോൾ മുകളിൽ എന്ത് വരും? a minus b the whole square വരും. അപ്പോൾ അതെന്ത് കിട്ടി? a minus b the whole square. a square minus 2ab plus b square divided by a plus b into a minus b. a square minus b square. അപ്പോൾ എന്ത് വരും? 4 minus 2 root 3 divided by 3 minus 1 എന്തായിരുന്നു? 2 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 2 minus root 3 എന്ന് വരും. ഇങ്ങനെ റാഷണലൈസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആൻസർ എഴുതി വയ്ക്കാം. 2 minus root 3 എന്ന് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇത് എഴുതിയാൽ മതി, root 3 minus 1 divided by root 3 plus 1. രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് tan 15 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ കുറേ ഫോർമുലാസും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സംഭവം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതെന്താണ്? കോസ് π/4 മൈനസ് എക്സ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതന്നെയാണ് എവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത്. ഇതന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് രണ്ടും ഞാൻ ഒരേ നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു എ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് സംഭവത്തിന് ഞാൻ എ എന്ന് വിളിച്ചു. അപ്പോൾ ഇതിനെ ഞാൻ എന്താണ് വിളിച്ചത്? എ എന്ന് വിളിച്ചു. ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? ബി എന്ന് വിളിച്ചു. അപ്പോൾ ഈ എ തന്നെയാണ് എന്ത് ഇവിടെ ഉള്ളതും. ദിസ് ഈസ് ഓൾസോ എ ആൻഡ് ദിസ് ഇസ് ബി. അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇതിനെ മാറ്റിയിട്ട് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് എഴുതാമല്ലോ. തെറ്റില്ലല്ലോ, കാരണം ഞാൻ ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു. അപ്പം ഇവിടെയുള്ളത് എന്ത് തന്നെയാണ്? എയും ബിയും ആണ് ഉള്ളത്. അതിനെ ഞാൻ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് വിളിച്ചു. പക്ഷേ ഇങ്ങനൊരു സാധനം എവിടെയോ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താണ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി? എന്തായിരുന്നു? കോസ് എ പ്ലസ് ബി അല്ലേ? കോസ് എ പ്ലസ് ബി ആണ് എന്ത്? നമ്മൾ പഠിച്ചതല്ലേ, ഇക്വേഷൻ പഠിച്ചതല്ലേ? കോസ് എ പ്ലസ് ബി കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണെന്നറിയാം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? കോസ് എ പ്ലസ് ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതേ സംഭവം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. അത് ഞാനിവിടെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? കോസ് എ പ്ലസ് ബി ഈക്വൽ ടു, ഇത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? LHS വെച്ചിട്ട് തുടങ്ങണം അല്ലേ? അപ്പോൾ ഞാൻ LHS വെച്ച് തുടങ്ങാം, അതാണ് കുറച്ചുകൂടെ സിമ്പിൾ. അപ്പോൾ കോസ് എ പ്ലസ് ബി LHS ഇംപ്ലൈസ് എന്താ വരിക? കോസ് π/4 മൈനസ് എക്സ് കോസ് π/4 മൈനസ് വൈ മൈനസ് സൈൻ π/4 മൈനസ് എക്സ് സൈൻ π/4 മൈനസ് വൈ. ഇതായിരുന്നു നമ്മളെ LHS. ഇവിടെ ഞാൻ ഇതിനെ എന്ന് വിളിച്ചില്ലേ? അപ്പോൾ ഇതെന്തായി? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആയല്ലോ. ഇതെന്തായിരുന്നു? ഇത് കോസ് എ പ്ലസ് ബി ആയിരുന്നു. അപ്പോൾ ഇനി എന്ത് എഴുതാം? ഈ എക്കും ബിക്കും ഈ സംഭവങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് വരും? കോസ് എ എന്തായിരുന്നു? π/4 മൈനസ് എക്സ്. ബി എന്താണ്? π/4 മൈനസ് വൈ. അപ്പോൾ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? കോസ് π/4 പ്ലസ് π/4 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാമല്ലോ.
π/4 പ്ലസ് π/4 എന്ത് വരും? 90 വരും. അപ്പോൾ എനിക്ക് ഇതിനെ മാറ്റിയിട്ട് എന്ത് എഴുതാം? കോസ് π/2 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടം വരെ കിട്ടി. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു സംഭവമാണ് എന്ത്? കോസ് 90 മൈനസ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് ആണ്. നമ്മൾ പഠിച്ചതല്ലേ, പണ്ട് പഠിച്ചിട്ടില്ലേ? 10th പഠിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രിയിൽ. അപ്പോൾ ഇതെന്ത് വരും? സൈൻ എക്സ് പ്ലസ് വൈ വരും. കോസ് 90 മൈനസ് എക്സ് എന്തായിരുന്നു? സൈൻ എക്സ് ആയിരുന്നു. അപ്പം ഞാൻ അതിനെ മാറ്റിയിട്ട് എന്തെഴുതി? സൈൻ എക്സ് എന്ന് എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മളെ RHS ആണ്. അപ്പം ഞാൻ എവിടെ തുടങ്ങി? LHSൽ തുടങ്ങിയിട്ട് ഞാൻ RHSൽ എത്തി. അപ്പോൾ ഇതല്ലേ സിമ്പിൾ മെത്തേഡ്? ഞാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് സെയിം ക്വസ്റ്റ്യൻ റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഇതെന്താണ്? tan π/4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ tan π/4 മൈനസ് എക്സ്. ഇത് 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ദി ഹോൾ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ഫോർമുലാസ് യൂസ് ചെയ്യണ്ടേ? tan a പ്ലസ് ബി യൂസ് ചെയ്യണം അല്ലേ? അതേപോലെ tan a മൈനസ് ബി യൂസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, സിമ്പിളായിട്ട് എഴുതാമല്ലോ. ഒന്ന് ഞാൻ ജസ്റ്റ് പറയാം. എന്താണ് tan a പ്ലസ് ബി? എന്തായിരുന്നു tan a പ്ലസ് ബി? tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b ആയിരുന്നു. അതേപോലെ തന്നെ tan a മൈനസ് ബി എന്തായിരുന്നു? tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b ആയിരുന്നല്ലോ. അപ്പം എന്ത് വരും? tan a പ്ലസ് ബി. അപ്പോൾ ഈ tan π/4 പ്ലസ് എക്സ്, അപ്പോൾ ഞാൻ LHS വെച്ച് തുടങ്ങാൻ പോവാണ്. ആസ് യൂഷ്വൽ ഞാൻ പ്രൂഫ് തുടങ്ങാൻ പോവാണ് വിത്ത് LHS. LHSൽ തുടങ്ങി എവിടെ എത്തിക്കണം? RHSൽ എത്തിക്കണം. സോ ഞാൻ LHS തുടങ്ങാൻ പോവാണ്. LHS ഇംപ്ലൈസ് tan π/4 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ tan π/4 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ tan a പ്ലസ് ബി എന്താണ്? tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b അല്ലേ? അപ്പോൾ ഇവിടുത്തെ എയും ബിയും എന്തൊക്കെയാണ്? ഇവിടെ ഞാൻ എയും ബിയും ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് π/4നെയും b ആയിട്ട് എക്സിനെയും, ഇവിടെ അതേപോലെ എ ബി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്, ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഈ tan a പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan a പ്ലസ് tan b ആണല്ലോ. tan a പ്ലസ് tan b, tan a പ്ലസ് tan b ഡിവൈഡഡ് ബൈ ഒരു സംഭവം കൂടെ അല്ലേ, 1 മൈനസ് tan a tan b ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി tan a മൈനസ് ബി എന്താണ്? സെയിം അല്ലേ? tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതേ സംഭവം ഞാൻ എഴുതാൻ പോവാണ്. അപ്പോൾ ഇതെന്ത് വരും? വിച്ച് ഇംപ്ലൈസ് tan a പ്ലസ് tan b അല്ലേ? tan a പ്ലസ് tan b. അപ്പോൾ tan π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b അല്ലേ? 1 മൈനസ് tan a tan b. 1 മൈനസ് tan a tan b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് tan x ആയിരിക്കും, കാരണം tan a എന്നുള്ളത് π/4 ആണ്. ഡിവൈഡഡ് ബൈ പിന്നെന്താ വരുന്നത്? tan a മൈനസ് tan b ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan a tan b അല്ലേ? ഇതാണ് എന്ത്? tan a മൈനസ് b. അപ്പോൾ ഇവിടെ ഇതിനെ ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാലോ. സോ ഇതെന്ത് വരും? 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ഇൻറ്റു സെയിം. ഇത് ഞാൻ എന്താ പറയുക, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് 1 പ്ലസ് tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x ആയില്ലേ? 1 മൈനസ് tan x ആയി. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് 1 പ്ലസ് tan x ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x അല്ലേ? 1 മൈനസ് അല്ലേ? 1 മൈനസ് tan x ദി ഹോൾ സ്ക്വയർ. ഇത് തന്നെയാണ് എന്ത്? നമ്മളെ
RHS അല്ലേ 1 plus tan x divided by 1 minus tan x the whole square equal to RHS. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങി? ഞാൻ LHSൽ തുടങ്ങി. നമ്മൾ ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്ത് എവിടെ പ്രൂവ് ചെയ്തു? ഞാൻ എവിടെ എത്തി? ലാസ്റ്റ് RHSലെത്തി. 1 plus tan x the whole square by 1 minus tan x the whole square എന്നുള്ള സംഭവത്തിലെത്തി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൂഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ cos pi plus x, cos minus x, sin pi minus x, cos pi by 2 plus x ഇത്രയും വാല്യൂസ് അറിയുന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് നമ്മൾ LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RHS കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്തൊക്കെ കണ്ടുപിടിക്കണം? cos pi plus x കാണണം, പിന്നെ അതേപോലെ cos minus x എന്താണെന്ന് അറിയണം, പിന്നെ sin pi minus x എന്താണെന്ന് അറിയണം, cos pi by 2 plus x, cos pi by 2 plus x ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? LHS എഴുതാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ cos pi plus x നോക്കാൻ പോവാണ്. എന്താണ് cos pi plus x? cos pi plus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ക്വാഡ്രൻറ്റ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ pi plus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റ് ആണ്? ഇവിടെ ആയിരിക്കുമല്ലോ. pi plus x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവ് ആണോ? ASTC ആയിരുന്നല്ലോ, ASTC. അപ്പോൾ ഇവിടെ ടാൻ ആണ് പോസിറ്റീവ്. ടാൻ പോസിറ്റീവ് ആകുമ്പോൾ കോസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അവിടെ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. സോ ദിസ് ബിക്കംസ് മൈനസ് കോസ് എക്സ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പൈ അല്ലേ, പൈ ആകുമ്പോൾ എന്ത് മാറില്ല? നമ്മളെ ഫംഗ്ഷൻ മാറില്ല. അപ്പോൾ ഇത് മൈനസ് കോസ് എക്സ് ആയിരിക്കും. ആൻഡ് വി നോ ദാറ്റ് കോസ് മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് ആണെന്ന് അറിയാം. സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സും കോസ് മൈനസ് എക്സ് കോസ് എക്സും ആണെന്ന് അറിയാം. ഇനി സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും? പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ പൈ. പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. സോ സൈൻ പൈ മൈനസ് എക്സ് ഇസ് എന്താണ്? സൈൻ എക്സ്. നെക്സ്റ്റ് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? പൈ ബൈ 2 പ്ലസ് എക്സ്. അപ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്ത് പോസിറ്റീവാണ്? സൈൻ പോസിറ്റീവാണ്, പക്ഷേ കോസ് നെഗറ്റീവാണ്. സൈൻ പോസിറ്റീവ് ആകുമ്പോൾ ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും എന്താണ്? പോസിറ്റീവാണ്, നെഗറ്റീവാണ്. സോ വി ഗെറ്റ് എന്താണ്? കോസ്. ഇത് മൈനസ് ആവും. പിന്നെ പൈ ബൈ 2 ആയതുകൊണ്ട് എന്തായിരിക്കും? ഫംഗ്ഷൻ മാറി മൈനസ് സൈൻ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ പൈ ബൈ 2 ആയതുകൊണ്ട് നമ്മളെ ഫംഗ്ഷൻ മാറൂല്ലേ? സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും, അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പൈ ബൈ 2ലും 3π by 2ലും പഠിച്ചതാണല്ലോ. സോ ഇനി ഇതൊക്കെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് LHSൽ. LHS ഇംപ്ലൈസ് എന്തായിരുന്നു? LHS കോസ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ പൈ മൈനസ് എക്സ് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. അപ്പോൾ ഇതെന്ത് വരും? കോസ് പൈ പ്ലസ് എക്സും കോസ് ഇതും. അപ്പോൾ കോസ് പൈ പ്ലസ് എക്സ് മൈനസ് കോസ് എക്സും കോസ് മൈനസ് എക്സ് കോസ് എക്സും ആണ്. അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? സൈൻ പൈ മൈനസ് എക്സ് ആണ് അല്ലേ? സൈൻ പൈ മൈനസ് എക്സ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ എഴുതിയില്ലേ? സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇത് സൈൻ എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിരുന്നു അല്ലേ? മൈനസ് സൈൻ എക്സ് ആയിരുന്നു. അപ്പോൾ ഇതെന്ത് കിട്ടി? മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഇത് തന്നെയാണ് എന്ത്? കോഡ് സ്ക്വയർ എക്സ്. ഇതാണ് നമ്മളെ RHS. ഓക്കെ, സോ ഹെൻസ് ദ പ്രൂഫ്. ഇങ്ങനെയാണ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കോസ് 3π by 2 പ്ലസ് എക്സ് കോസ് 2π പ്ലസ് എക്സ് കോസ് 3/2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് LHSൽ ഇത്രയും കാര്യങ്ങളില്ലേ? ഈ LHSലുള്ള എല്ലാ വാല്യൂസിൻ്റെയും എല്ലാ ഫങ്ഷൻസിൻ്റെയും ആ ആംഗിളിലുള്ള വാല്യൂസ് ഫസ്റ്റ് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട്? കോസ് 3π by 2 പ്ലസ് എക്സ് കാണണം. പിന്നെ എന്ത് കാണണം? കോസ് 2π പ്ലസ് എക്സ് കാണണം. പിന്നെ എന്ത് കാണണം?
കോട്ട് 3π/2 മൈനസ് എക്സ് കാണണം. സിമിലർലി കോട്ട് എന്തും കൂടെ കാണണം 2π + x. ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്രാമിലേക്ക് പോകാം. ഫസ്റ്റ് ഡയഗ്രാം ഞാൻ വരയ്ക്കുകയാണ്. എങ്ങനെയായിരുന്നു നമ്മളെ ഡയഗ്രാം? ഫസ്റ്റ് എടുക്കാം. ഫസ്റ്റ് എന്നുള്ള 3π/2 + x ആണ്. അപ്പോൾ 3π/2 ഇതല്ലേ, ദിസ് ഈസ് അവർ 3π/2. അപ്പോൾ 3π/2 + x എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇവിടെ നമുക്ക് ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ് അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ 3/2 + x എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ദിസ് ബിക്കംസ് എന്ത്? സൈൻ എക്സ്. എന്തുകൊണ്ട് സൈനായി? 3π/2 ആയതുകൊണ്ട് എന്ത് മാറും? നമ്മളെ ഫംഗ്ഷൻ മാറും. അപ്പോൾ ഇത് സൈൻ എക്സ് ആയി. അടുത്തത് കോസ് 2π + x ആണ്. 2π + x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഓൾ പോസിറ്റീവ് ആണ്. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് 2π + x എന്ത് തന്നെയാണ്? കോസ് ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഇവിടെ 2π ആണ്. 2πയിലും പൈയിലും എന്ത് മാറില്ല? നമ്മളെ ഫംഗ്ഷൻ മാറില്ല. സോ ദിസ് ഇസ് കോസ് എക്സ് ഇറ്റ് സെൽഫ്. ഇനി കോട്ട് 3π/2 - x. 3π/2 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരും? തേർഡ് ക്വാഡ്രൻറ്റിൽ വരും. തേർഡ് ക്വാഡ്രൻറ്റിൽ എന്താ? ടാൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പോസിറ്റീവ് ആയിരിക്കും? കോട്ട് പോസിറ്റീവ് ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് എന്ത്? കോട്ട് മാറി ടാൻ ആവും അല്ലേ? പ്ലസ് ആയിരിക്കും, പക്ഷെ 3π/2 ആയതുകൊണ്ട് ഫംഗ്ഷൻ മാറി. ആൻഡ് നെക്സ്റ്റ് 2π + x. ഇവിടെ അത് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെയായിരിക്കും. അവിടെ ഓൾ പോസിറ്റീവ് ആണ്. സോ കോട്ട് ഇസ് ഓൾസോ പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് കോട്ട് എക്സ്. 2π ആയതുകൊണ്ട് എന്ത് മാറില്ല? നമ്മളെ ഫംഗ്ഷൻ മാറില്ല. ഓക്കെ. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം? LHS ഇംപ്ലൈസ്. LHSൽ ഫസ്റ്റ് എന്താണ്? കോസ് 3π/2 + x. കോസ് 3π/2 + x എന്തായിരുന്നു? സൈൻ എക്സ് ആയിരുന്നു. അത് ഞാൻ അവിടെ എഴുതി, സൈൻ എക്സ്. ഇനി പിന്നെന്താണ്? കോസ് 2π + x. കോസ് 2π + x എന്തായിരുന്നു? കോസ് എക്സ് ആയിരുന്നു. അത് ഞാൻ അവിടെ എഴുതി, കോസ് എക്സ്. അടുത്തത് എന്താ? അടുത്തത് നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഒന്നും മാറിപ്പോരുത് കേട്ടോ. ബ്രാക്കറ്റ് മാറി ആൻസർ തെറ്റും. ഇനി കോട്ട് 3π/2 - x എന്തായിരുന്നു? ടാൻ എക്സ് ആയിരുന്നു. സോ ഐ ഹാവ് ടു പുട്ട് ടാൻ എക്സ്. ഇനി പ്ലസ് കോട്ട് 2π + x എന്താണ്? കോട്ട് 2π + x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട് എക്സ് ആയിരുന്നു. സോ അവിടെ ഞാൻ കോട്ട് എക്സ് എഴുതി. അത്രയല്ലേ ഉള്ളൂ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം എന്ത് വരും? സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ്. അതിന് ഞാൻ മാറ്റി വീണ്ടും എന്താക്കി എഴുതി? സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എഴുതാലോ, പ്രശ്നമില്ലല്ലോ. അറിയാലോ, നമ്മൾ വണ്ടി പഠിച്ചതല്ലേ. അപ്പോൾ എന്ത് വന്നു? സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു, ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ദിസ് ബിക്കം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തറിയാം? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണല്ലോ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു 1 / സൈൻ എക്സ് കോസ് എക്സ് എഴുതാലോ. അപ്പോൾ എന്തായി? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. സോ ദിസ് ബിക്കംസ് 1. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് RHS കിട്ടും. ഓക്കെ. സോ ദിസ് ഇസ് ഹൗ വി ഡു ദിസ് പ്രോബ്ലം. സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് സൈൻ n+1x സൈൻ n+2x കോസ് n+1x കോസ് n+2x. നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം നമ്മൾ നേരത്തെ ചെയ്തില്ലേ? ഇവിടെ ഒരു കാര്യം ചെയ്താൽ മതി. ഈ n+1x തന്നെയാണ് എവിടെ ഉള്ളത്? n+1x ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ അതിന് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് n+1x വിൽ ബി ഈക്വൽ ടു a ആൻഡ് n+2x വിൽ ബി ഈക്വൽ ടു b. ഇവിടെ അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് a ആയിരിക്കും, ഇത് b ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിന് ഞാൻ LHS എഴുതാൻ പോവാണ്. അപ്പോൾ LHS എന്ത് വരും? LHS വിൽ ബി ഈക്വൽ ടു, LHS ഇംപ്ലൈസ് സൈൻ n+1x, അതിന് ഞാൻ a എന്ന് വിളിച്ചല്ലോ. സൈൻ n+2x, അതിന് ഞാൻ b എന്ന് വിളിച്ചു. പ്ലസ് കോസ്
n+1 എക്സിനെ ഞാൻ എ എന്ന് വിളിച്ചു, n+2 എക്സിനെ ഞാൻ ബി എന്ന് വിളിച്ചു. അപ്പോൾ ഇതെന്താണ് സംഭവം? സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ എന്താണ് കോസ് എ കോസ് ബി. ഇത് കോസ് എ മൈനസ് ബി അല്ലേ? കോസ് എ മൈനസ് ബി ആണ് നമുക്കറിയാം. സോ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു കോസ് എ മൈനസ് ബി. ഓക്കെ, സോ ഇതിനെ ഞാൻ എങ്ങനെ എഴുതി? എ എന്തായിരുന്നു? എ എന്നുള്ളത് n+1 എക്സ് ആയിരുന്നു അല്ലേ? n+1 എക്സ് മൈനസ് ബി എന്തായിരുന്നു? n+2 എക്സ് ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. സോ ദിസ് ബിക്കംസ് nx പ്ലസ് എക്സ് മൈനസ് nx മൈനസ് 2x. ഓക്കെ, സോ എനിക്ക് nx കട്ട് ചെയ്യാലോ. ആൻഡ് ദിസ് ബിക്കംസ് കോസ് എക്സ് മൈനസ് 2x വരും. അതെന്താണ്? കോസ് മൈനസ് എക്സ് ആണ്. വി നോ ദാറ്റ് കോസ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അതാണ് എന്ത്? നമ്മളെ RHS. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. സിമ്പിൾ അല്ലേ? ഇതാണ് കേട്ടോ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതിനെ സൈൻ nx പ്ലസ് എക്സ് എന്ന് എഴുതിയിട്ട് സൈൻ എ പ്ലസ് ബി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ഫോർമുല ഉണ്ടല്ലോ, എന്താണ്? ഈ കോസ് എ കോസ് ബി അല്ലെങ്കിൽ സൈൻ എ സൈൻ ബിനെ നമുക്ക് മാറ്റിയിട്ട് കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 അങ്ങനത്തെ ഒരു ഫോർമുല, ഒരു ഐഡൻറ്റിറ്റിയും കൂടെ പഠിച്ചില്ലേ? അപ്പോൾ ആ 2 ഐഡൻറ്റിറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. പക്ഷേ കുറച്ചുകൂടെ സിമ്പിൾ മെത്തേഡ് ഇതായതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3π/4 മൈനസ് എക്സ്. ഇപ്പോൾ ഈ 3π/4 മൈനസ് എക്സ് എങ്ങനെ ചെയ്യും? ഇത് നമുക്ക് ക്വാഡ്രൻ്റ് വെച്ചിട്ട് ഉടായ്പ പരിപാടി നടക്കില്ല അല്ലേ? നമ്മളിവിടെ ഇങ്ങനെ വരച്ച് ചെയ്തിരുന്നല്ലോ. പക്ഷെ നമുക്ക് ക്വാഡ്രാൻ്റൽ ആംഗിൾസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സംഭവം യൂസ് ചെയ്തിട്ട് ഇത് ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ 3π/4 എന്തല്ല? ക്വാഡ്രാൻ്റൽ ആംഗിൾ അല്ല. സോ ക്വാഡ്രാൻ്റൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? π/2 മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ആംഗിൾസിൻ്റെ കേസിൽ മാത്രമാണ് അത് നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കോസ് എക്സ് പ്ലസ് വൈൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. കോസ് എക്സ് പ്ലസ് വൈ പഠിച്ചതല്ലേ? കോസ് എക്സ് പ്ലസ് വൈ എന്തായിരുന്നു? കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. എ അല്ലെങ്കിൽ എക്സ് വൈ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കോസ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആയിരുന്നു. അപ്പോൾ ഇനി എന്ത് എഴുതാം? നമ്മൾ LHS എഴുതാൻ പോവാണ്. യൂഷ്വൽ LHS ഇംപ്ലൈസ് കോസ് 3π/4 പ്ലസ് എക്സ് മൈനസ് കോസ് 3π/4 മൈനസ് എക്സ്. സി ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഞാൻ എയും ബിയും ആയിട്ട് കൊടുക്കാൻ പോവാണ്. എ ബി ആയിട്ട് എന്തായിരുന്നു? എ ഇസ് 3π/4, ബി ഇസ് എക്സ്. അപ്പോൾ 3π/4 എയും ഇത് ബിയും ആണെന്ന് അറിയാം. ഇനി ഞാൻ വീണ്ടും ഈ ഫോർമുലാസ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. കോസ് എ പ്ലസ് ബി എന്തായിരുന്നു? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ എ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3π/4 ആയിരുന്നു അല്ലേ? 3π/4 സൈൻ എക്സ് അല്ലേ? സൈൻ എ സൈൻ ബി. ഇനി നെക്സ്റ്റ് എന്ത് വേണം? മൈനസ് ബ്രാക്കറ്റിൽ വേണം. ബിക്കോസ് മൈനസ് അല്ലേ, അപ്പം ഞാൻ ബ്രാക്കറ്റിൽ ഇടാണ്. ബ്രാക്കറ്റിൽ എന്ത് വരും? കോസ് 3π/4 ഇത് ഇവിടെ കോസ് എ മൈനസ് ബി ആയിരുന്നു അല്ലേ? കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലസ് ആയിരിക്കും. സോ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഡൗട്ടില്ലല്ലോ? ഇതെന്തായിരുന്നു? ഇവിടെ പ്ലസ് ആയിരുന്നു, സോറി ഇവിടെ മൈനസ് ആയിരുന്നു. സൈൻ 3π/4 മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? കോസ് എ മൈനസ് ബീൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. ഇതാണ് കോസ് എ മൈനസ് ബീൻ്റെ ഫോർമുല, അതിവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? ദിസ് ഇംപ്ലൈസ് ഇതിലെന്തെങ്കിലും ക്യാൻസൽ ആവുമോ?
ഈ കോസ് 3π/4 കോസ് എക്സും അതേപോലെ കോസ് 3π/4 കോസ് എക്സും ക്യാൻസൽ ആവും. സോ നമുക്ക് അവിടെ എന്ത് വരും? -2 സൈൻ 3π/4 സൈൻ എക്സ് അല്ലേ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആവും. ഈ -3π/4 സൈൻ എക്സും പ്ലസ് ഇത് മൈനസ് ആവും. അപ്പോൾ മൈനസ് സൈൻ 3π/4 സൈൻ എക്സും കൂടെ -2 സൈൻ 3π/4 സൈൻ എക്സ് ആയി. അപ്പോൾ ഇനി എന്ത് കാണണം? സൈൻ 3π/4 എന്താണെന്നുള്ളത് കാണണം അല്ലേ? സൈൻ 3π/4 എങ്ങനെയാണ് കാണുക? ഞാൻ സൈൻ 3π/4 ചെയ്യാൻ പോവാം. സൈൻ 3π/4 ഈക്വൽ ടു, ഇതിനെ എനിക്ക് π - π/4 എന്ന് എഴുതിക്കൂടെ? സൈൻ 3π/4 എങ്ങനെ എഴുതാം? സൈൻ π - π/4. അപ്പോൾ വി നോ ദാറ്റ് π - π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു π - π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ്. അപ്പോൾ എന്ത് വരും? ദിസ് ഇസ് സെയിം ആസ് സൈൻ π/4. സൈൻ π/4 ആണ്, നമ്മളെ ഫംഗ്ഷൻ മാറില്ല. സൈൻ π/4 വി നോ ദാറ്റ് ഇറ്റ് ഇസ് 1/√2. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ 1/√2 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? which implies -2 into sin 3π/4 it is 1/√2 into sin x. അപ്പോൾ എന്ത് വരും? മൈനസ്, ഇവിടെ ഞാൻ 2നെ √2 into √2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു √2 ക്യാൻസൽ ചെയ്യാമല്ലോ, ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഈ √2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ദിസ് ഈക്വൽ ടു -√2 sin x കിട്ടും അല്ലേ? -√2 sin x ഈക്വൽ ടു RHS. സോ ദിസ് ഇസ് ഹൗ വി ഡു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. sin square 6x minus sin square 4x equal to sin 2x sin 10x. ഓക്കെ, അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാലേ എന്തെങ്കിലും തോന്നുമോ? ഇത് നമുക്ക് a² - b² എന്നുള്ള ഫോമിലല്ലേ? നമുക്കറിയാലോ എന്ത്? a² - b² a + b × a - b ആണെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ ഈ LHS എഴുതാൻ പോവാണ്. LHS ഇസ് ഈക്വൽ ടു sin square 6x minus sin square 4x. അപ്പോൾ എന്ത് വരും? sin square 6x minus sin square 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b × a - b. അപ്പോൾ a + b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + b into a - b. -b എന്ന് പറയുമ്പോൾ ഒരു സംഭവം കൂടെ ശ്രദ്ധിക്കണം. എന്ത്? ഇത് 4x ആയിരുന്നു. ഓക്കെ, അപ്പോൾ sin 6x + sin 4x into sin 6x minus sin 4x. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്? വി നോ ദാറ്റ് a² - b² ഈക്വൽ ടു a + b × a - b. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഫോർമുല? ഇല്ലല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഈ sin a + sin b അതെന്തായിരുന്നു? sin a + sin b നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 sin ആ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. എന്താണ് sin a + sin b? sin a + sin b ഈക്വൽ ടു എന്താണ്? 2 sin a + b/2 cos a - b/2. അതേപോലെ തന്നെ sin a - sin b. sin a - sin b എന്തായിരുന്നു? 2 cos a + b/2 sin a - b/2. അപ്പോൾ ഈ ഫോർമുല ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ഫോർമുല ഹിയർ. അപ്പോൾ എന്ത് വരും? ദിസ് ഇംപ്ലൈസ് sin a + sin a + sin b. a ആയിട്ട് ഞാൻ എന്തായിരുന്നു എടുത്തത്? a ആയിട്ട് ഞാൻ 6x-നെയാണ് ഞാൻ a എന്ന് എടുത്തത്. b ആയിട്ട് ഞാൻ എന്തിനാണ് എടുത്തത്? 4x-നെയാണ് എടുത്തത്. ഇവിടെ അതേപോലെ തന്നെ a ആയിട്ട് 6x-നെയും b ആയിട്ട് 4x-നെ എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ sin a + sin b which is equal to 2 sin a + b/2. a + b/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
10x/2 cos a minus b/2. അപ്പോൾ എന്ത് വരും? 2x/2. പിന്നെന്താണ്? ഇൻറ്റു അടുത്തത് സൈൻ എ മൈനസ് സൈൻ ബി അല്ലേ? സൈൻ എ മൈനസ് സൈൻ ബി ആണ്. സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 2 cos a plus b/2. 2 cos a plus b/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x/2 സൈൻ 2x/2. അപ്പം എങ്ങനെ എഴുതാം? ദിസ് ബിക്കംസ് 2 ഇൻറ്റു 2 സൈൻ 5x cos 2x ഇൻറ്റു 2 cos 5x സൈൻ 2x അല്ല, ഇവിടെ cos 1x ആണ് കേട്ടോ. cos x ആണ്. 2x/2 1 ആണ്. സോ ദിസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 വരും. 2 ഇൻറ്റു 2 4 സൈൻ 5x 4 സൈൻ 5x, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 4 സൈൻ 5x cos x cos 5x സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഇതിനെ രണ്ടിനെയും ഞാൻ ഗ്രൂപ്പ് ചെയ്ത് എഴുതി. ഇപ്പോൾ ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? 2 സൈൻ എക്സ് cos x ഇൻറ്റു 2 സൈൻ 5x cos 5x എന്ന് എഴുതി. അപ്പോൾ എങ്ങനെ വന്നു? ഈ 2 സൈൻ എക്സ് cos x സൈൻ 2x അല്ലേ? സൈൻ 2x ആണ് എന്ത്? 2 സൈൻ എക്സ് cos x. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇവിടെ സൈൻ 2x എന്ന് എഴുതാം ഇൻറ്റു 2 സൈൻ എക്സ് cos x സൈൻ 2x ആണല്ലോ, സൈൻ 2x എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 2x സൈൻ 10x ഈക്വൽ ടു RHS. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫോർമുല എന്തായിരുന്നു? ഇവിടെ യൂസ് ചെയ്ത ഫോർമുല ഏതാണ്? സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് cos x അല്ലേ? സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് cos x. അത് യൂസ് ചെയ്തിട്ട് എന്ത് കിട്ടി? നമ്മളെ ഈ ഒരു RHS കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ സൈനിൻ്റെ എഴുതി, അതേപോലെ ഇവിടെ കോസിൻ്റെ എഴുതാൻ പോവാണ്. അപ്പോൾ കോസ് ആണെങ്കിൽ എന്ത് വരും? കോസ് വെച്ചിട്ട് കോസിൻ്റെ ഫോർമുല എഴുതി നോക്കാം അല്ലേ? ഫസ്റ്റ് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ അതിനെ ഫസ്റ്റ് ഞാൻ മാറ്റിയിട്ട് എന്തെഴുതി? കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി എന്ന് എഴുതി. സോ മൈ LHS ബിക്കംസ് എന്ത് വരും? കോസ് 2x പ്ലസ് കോസ് 6x ഇൻറ്റു കോസ് 2x മൈനസ് കോസ് 6x. പ്രശ്നമില്ലല്ലോ. ഇതിനെ ഞാൻ എന്തെഴുതി? കോസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതി. അപ്പോൾ ഈ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കോസ് എ പ്ലസ് കോസ് ബീൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് എഴുതാൻ പോവാണ്. എന്താണ് കോസ് എ പ്ലസ് കോസ് ബി? സോ കോസ് എക്സ് പ്ലസ് കോസ് ബി അല്ലെ, കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ത് വരും? 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സിമിലർലി കോസ് എക്സ് മൈനസ് കോസ് വൈ എന്തായിരുന്നു? -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലാസാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ മൈ LHS ബിക്കംസ്, LHS എന്ത് വരും? ഒന്ന് ഈ ഒരു ഫോർമുല ഞാൻ LHSൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. LHS അപ്പോൾ എന്താ വരിക? കോസ് എ പ്ലസ് കോസ് ബി. ഇവിടെ എ എന്താണ്? എ എന്നുള്ളത് 2x ആയിരുന്നു, ബി എന്നുള്ളത് 6x ആണ്. സിമിലർലി ഇവിടെ അതേപോലെ തന്നെ എ ബി. അപ്പോൾ കോസ് എ പ്ലസ് കോസ് ബി 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2. എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2x പ്ലസ് 6x
8x by 2 cos x minus y by 2. x minus y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2x minus 6x which is equal to minus 4x by 2 into എന്താണ്? cos 2x minus cos 6x. അതെങ്ങനെയാണ് വരിക? into minus 2 sin 2x plus 6x. 8x by 2 sin minus 4x by 2. Okay. into ആണ്. Don't forget the bracket. ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ എന്ത് വരും? This is 2 cos 4x cos minus 2x into minus 2 sin 4x sin minus 2x. ഓക്കെ. അപ്പോൾ ഇതെന്ത് വരും? cos minus x cos x ആണെന്ന് അറിയാം. അപ്പോൾ ഇതിന് എനിക്ക് 2 cos 4x cos 2x എന്ന് എഴുതാം. പ്രശ്നമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റു മൈനസ് 2 sin 4x. സൈൻ മൈനസ് എക്സ് എന്തായിരുന്നു? മൈനസ് സൈൻ എക്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതിന് എനിക്ക് മൈനസ് സൈൻ 2x എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ എന്ത് വരും? ഇതേ സംഭവം ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. This implies 2 cos 2x എന്തായിരുന്നു? 2 cos 4x cos 2x. 2 cos 4x cos 2x. ആ മൈനസും മൈനസും പ്ലസ് ആയി അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ അത് 2 sin 4x sin 2x എന്നായി. അപ്പോൾ 2 ഇൻറ്റു 2 sin 2x sin 4x എന്ന് വന്നു. ഇനി ഞാൻ ഇതിനെ സെയിം നേരത്തെ ചെയ്ത പോലെ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെന്താവും? 2 cos 2x sin 2x ഇൻറ്റു ഇതൊരു ഫസ്റ്റ് ബ്രാക്കറ്റ്, സെക്കൻഡ് ബ്രാക്കറ്റിൽ 2 cos 4x sin 4x. അപ്പോൾ നമുക്കറിയാം എന്താണ്? നമ്മൾ പഠിച്ചതാണല്ലോ. ദിസ് ഈസ് സൈൻ 2x എന്തായിരുന്നു? 2 sin x cos x. സിമിലർലി നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലുള്ള അതേപോലെ തന്നെ. സോ ദിസ് ഈസ് 2 sin 2x ആയിരുന്നു അല്ലേ? ദിസ് ബിക്കംസ് sin 2x cos sin 2x. ഇത് sin 2x. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഇതും sin 2x ആണ്. അപ്പോൾ എന്ത് വരും? sin 2x. So this is equal to sin 4x sin 8x. ഇതാണ് എന്ത്? നമ്മൾ RHS. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല എന്തായിരുന്നു? sin 2x ഈക്വൽ ടു 2 sin x cos x. ഓക്കെ. 2 sin x cos xനെ ഞാൻ എന്താക്കി മാറ്റി? sin 2x ആക്കി. ഓക്കെ. അപ്പോൾ ഇവിടെ sin 4x ആയി, sin 8x ആയി. അതാണ് എന്ത്? നമ്മളെ RHS. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് sin 2x plus 2 sin 4x plus sin 6x ഈക്വൽ ടു 4 cos square x sin 4x. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് നമുക്ക് സെയിം നേരത്തെ അതേ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ LHS വെച്ച് തുടങ്ങുകയാണ്. LHS എന്താണ്? LHS implies sin 2x plus 2 sin 4x plus sin 6x. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. ഇവിടെ ഉള്ളത് 2 sin 4x ആണ്. അപ്പോൾ ഈ 2 sin 4x ഉണ്ടെങ്കിൽ നമ്മളെ ഫോർമുല നടക്കില്ല. sin x plus sin bക്ക് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ സംഭവത്തിന് അവിടെ വെച്ചിട്ട് ഈ രണ്ട് സംഭവങ്ങൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെന്ത് വരും? sin 2x plus sin 6x plus 2 sin 4x എന്ന് എഴുതി.
അപ്പോൾ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ എ പ്ലസ് സൈൻ ബി നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് ബാക്കി അവിടെ എന്തുണ്ട്? 2 സൈൻ 4x ഉണ്ട്. ഇനി ദിസ് ഇംപ്ലൈസ് 2 സൈൻ 2x പ്ലസ് 6x 8x ബൈ 2. 8x ബൈ 2 എന്ന് പറയുമ്പോൾ 4x കോസ് ഇവിടെ എന്ത് വരും? മൈനസ് 4x ബൈ 2. മൈനസ് 4x ബൈ 2 എന്താണ്? മൈനസ് 2x ആണ്. അപ്പോൾ ഇത് മൈനസ് 2x വരും പ്ലസ് 2 സൈൻ 4x. അപ്പോൾ ഈ കോസ് മൈനസ് എക്സ് കോസ് എക്സ് ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇതിനെ എനിക്ക് 2 സൈൻ 4x കോസ് 2x പ്ലസ് 2 സൈൻ 4x എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും കോമൺ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുമോ? നമുക്ക് സൈൻ 4x കോമൺ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 2 സൈൻ 4x കോമൺ ഔട്ട് സൈഡ് എടുത്ത് എന്ത് വരും? 2 സൈൻ 4x ഞാൻ ഔട്ട് സൈഡ് എടുത്തു. 2 സൈൻ 4x പോയാൽ കോസ് 2x വരും അല്ലേ? കോസ് 2x പ്ലസ് 1. അപ്പോൾ ഇനി നോക്കാം നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ 4 കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. സൈൻ 4x കിട്ടി. 2 സൈൻ 4x കിട്ടി. അപ്പോൾ ഇനി 2 കോസ് സ്ക്വയർ എക്സ് അല്ലേ കിട്ടാനുള്ളത്. അപ്പോൾ ഇവിടെ 2 കോസ് സ്ക്വയർ എക്സ് ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കറിയാലോ കോസ് 2x എന്താണ്? കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ 4x ഇൻറ്റു കോസ് 2x മൈനസ് 1. ഇതല്ലായിരുന്നു ഉണ്ടായിരുന്നത്? കോസ് 2x പ്ലസ് 1. അപ്പോൾ ഇതെന്ത് വരും? ഈ കോസ് 2xനെ മാറ്റിയിട്ട് നമുക്ക് കോസ് 2xൻ്റെ ഫോർമുല എന്തായിരുന്നു? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ? അപ്പോൾ അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ദിസ് ബിക്കംസ് എന്താണ്? 2 സൈൻ 4x ഇൻറ്റു കോസ് 2x എന്തായിരുന്നു? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1 അല്ലേ? കോസ് 2x പ്ലസ് 1 ആയിരുന്നു. ഇനി എന്താ വേണ്ടത്? ഇവിടെ ഇൻ ടേംസ് ഓഫ് കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഈ സൈൻ സ്ക്വയർ എക്സിനെയും കൂടെ നമ്മൾ എന്ത് മാറ്റണം? കോസ് സ്ക്വയർ എക്സിൻ്റെ ടേംസിലാക്കണം. അപ്പോൾ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു 2 സൈൻ 4x ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഞാൻ അവിടെ തന്നെ വെച്ചു. ബാക്കി സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ എന്താക്കി എഴുതി? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. പ്ലസ് 1. അപ്പോൾ ഇതെന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 2 സൈൻ 4x ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1. സോ ദിസ് ബിക്കംസ് 2 സൈൻ 4x ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽസ്. അപ്പോൾ ഇതെന്ത് വന്നു? 2 ഇൻറ്റു 2 4 സൈൻ 4x കോസ് സ്ക്വയർ എക്സ്. ഇതാണല്ലോ പ്രൂവ് ചെയ്യാനുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു അവർ RHS ആൻഡ് ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്താണ്? കോട്ട് 4x ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ 3x ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു ഇവിടെ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഇങ്ങനത്തെ പ്രൂഫ് കിട്ടിയാലേ, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ LHS തുടങ്ങി ഒരു സംഭവത്തിലേക്ക് എത്തും. അതേപോലെ RHS തുടങ്ങിയിട്ട് സെയിം സംഭവത്തിലേക്ക് എത്തിയാൽ നമ്മളെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ LHS എടുത്തു. LHS എടുത്തിട്ട് ഒരു സ്പെസിഫിക് എന്തോ ഒരു സംഭവത്തിലേക്ക് എത്തും. അതേപോലെ തന്നെ ഇനി ഞാൻ RHS തുടങ്ങിയിട്ട് അതേ സംഭവത്തിലെത്തും. അപ്പോൾ എന്താവും? പ്രൂഫ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാം. LHS എന്താണ്? LHS implies cot 4x into sin 5x plus sin 3x. അപ്പോൾ ഈ cot 4xനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതി? cot 4xനെ മാറ്റണ്ട, അങ്ങനെ തന്നെ എഴുതി. ബാക്കി sin x plus sin
വൈ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? സെയിം ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ വാസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 അല്ലേ? എക്സ് പ്ലസ് വൈ ബൈ 2. ഓക്കെ, അപ്പോൾ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു cot 4x into 2 sin 8x by 2. 8x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 8x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x വരും. കോസ് ഇവിടെ കോസ് എക്സ് മൈനസ് വൈ ബൈ 2 അല്ലേ? ഇവിടെ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ 5x മൈനസ് 3x ബൈ 2 എന്നാണ് വരിക. അപ്പോൾ എന്ത് വരും? 2x by 2. 2x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വരും, കോസ് എക്സ്. ഇങ്ങനെയാണ് വരിക. ഇനി ഇതിനെ, ഈ കോട്ടെക്സിനെ എനിക്ക് കോസ് 4x ഡിവൈഡഡ് ബൈ സൈൻ 4x എന്ന് എഴുതാലോ. അപ്പോൾ ഇതെന്ത് വരും? 2 സൈൻ 4x കോസ് എക്സ് വരും. അപ്പോൾ ഈ സൈൻ 4xനെയും ഞാൻ ക്യാൻസൽ ചെയ്തു. സോ എനിക്ക് എന്ത് കിട്ടി? 2 കോസ് എക്സ് കോസ് 4x എന്ന് കിട്ടി. ഇനി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇപ്പം ഞാൻ LHS തുടങ്ങി ഒരു സംഭവത്തിലെത്തി. ഇനി ഞാൻ RHS തുടങ്ങാൻ പോകും. RHS തുടങ്ങിയിട്ട് അതേ സംഭവങ്ങളിലെത്തി. എന്തായി? പ്രൂഫ് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പം ഞാൻ RHS തുടങ്ങാൻ പോവാണ്. ആൻഡ് മൈ RHS ഇംപ്ലൈസ്, RHS എന്താണ്? cot x into sin 5x minus sin 3x. അപ്പോൾ എന്ത് വരും? sin a മൈനസ് sin b യൂസ് ചെയ്യുക. sin a മൈനസ് sin b എന്തായിരുന്നു? 2 cos x പ്ലസ് വൈ ബൈ 2 sin x മൈനസ് വൈ ബൈ 2. അപ്പോൾ എന്ത് വരും? cot x into 2 cos 8x by 2 is 4x, then 2x by 2 is x. അപ്പോൾ sin x വരും. ഈ cot xനെ ഞാൻ എങ്ങനെ എഴുതി? cos x by sin x എന്ന് എഴുതി. 2 cos 4x sin x എന്ന് എഴുതി. അപ്പം ഞാൻ ഈ sin x കട്ട് ചെയ്തു. And we got 2 cos 4x cos x. അപ്പോൾ എന്ത് കിട്ടി? 2 cos 4x cos x കിട്ടി. ഇതന്നെയാണ് നമുക്ക് 2 cos 4x cos x. ഇതന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? LHS ചെയ്തു വന്നപ്പോഴും കിട്ടിയത്. അപ്പോൾ നമ്മളെ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ലേ? രണ്ടും സെയിം ആണല്ലോ. 2 cos x cos 4x ഈക്വൽ ടു എന്താണ്? 2 cos 4x cos x. ഓക്കെ, ആൻഡ് ഹെൻസ് ദ പ്രൂഫ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ നമ്മൾ LHS തുടങ്ങി. സെയിം ഇതേപോലെ തന്നെ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാനേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. LHS ഇംപ്ലൈസ് cos a മൈനസ് cos b. cos a മൈനസ് cos b എന്തായിരുന്നു? LHS ഞാൻ എഴുതുകയാണ്. LHS cos 9x മൈനസ് cos 5x ഡിവൈഡഡ് ബൈ sin 17x മൈനസ് sin 3x. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഐ തിങ്ക് ഇത് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആൻസർ കിട്ടുമായിരിക്കാം. നോക്കാം, തുടങ്ങി നോക്കാം. അപ്പോൾ cos a മൈനസ് cos b. cos a മൈനസ് cos b എന്തായിരുന്നു? 2 മൈനസ് 2 sin x പ്ലസ് y ബൈ 2 sin x മൈനസ് y ബൈ 2. അപ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ sin a മൈനസ് sin b. sin a മൈനസ് sin b എന്തായിരുന്നു? 2 cos x പ്ലസ് y ബൈ 2 sin x മൈനസ് y ബൈ 2. x മൈനസ് y ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2.
അപ്പോൾ എന്ത് വരും? ദിസ് ഇംപ്ലൈസ് -2 സൈൻ 14x/2. 14x/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7x ആയിരുന്നു അല്ലേ? 7x സൈൻ 4x/2 2x ഡിവൈഡഡ് ബൈ 2 cos 20/2 2 cos 10x വരും അല്ലേ? 2 cos 10x സൈൻ 7x. ഓക്കെ. ഇനി നമുക്ക് സൈൻ 2x ആക്കണം. ഇത് സിമ്പിൾ അല്ലേ? ഇതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. സൈൻ 7x ആൻഡ് സൈൻ 7x കോമൺ ആണല്ലോ. 2 കോമൺ ആണല്ലോ. സോ എന്ത് വരും? സൈൻ 2x ഡിവൈഡഡ് ബൈ കോസ് 10x എന്ന് വരും അല്ലേ? ഒരു നെഗറ്റീവ് സൈനും ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു അവർ RHS and hence the proof. Okay. Next question. Sin 5x plus sin 3x divided by cos 5x plus cos 3x equal to tan 4. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് നമ്മളെ സെയിം മറ്റേ പോലെ തന്നെ എങ്ങനെ ആ ഫോർമുല യൂസ് ചെയ്തല്ലോ. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ LHS എന്ത് വരും? LHS will be equal to sin A plus sin B. അതെന്താണ്? 2 sin A plus B by 2 അല്ലേ? A plus B by 2 cos A minus B by 2 അല്ലേ? 5x minus 3x by 2 divided by cos 5x plus cos 3x. അതെന്താണ്? 2 cos 5x plus 3x by 2 cos 5x minus 3x by 2. ഓക്കെ. 2 കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? സൈൻ 4x cos x ഡിവൈഡഡ് ബൈ cos 4x cos x. അപ്പോൾ എനിക്ക് cos x കട്ട് ചെയ്യാം. എന്ത് വരും? tan 4x ഈക്വൽ ടു our RHS. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എന്താണ്? സെയിം ആണ് അല്ലേ? ഇതൊക്കെ സെയിം ആണ്. നമ്മൾ അതേ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. സോ LHS ഇംപ്ലൈസ് സൈൻ എ മൈനസ് സൈൻ ബി. എന്താണ് സൈൻ എ മൈനസ് സൈൻ ബി? എന്തായിരുന്നു? 2 cos x plus y by 2 sin x minus y by 2 divided by cos x അല്ല സൈൻ എ മൈനസ് സൈൻ ബി എന്നുള്ളത് 2 sin x plus y by 2 cos x minus y by 2 ആണ്. അതേപോലെ തന്നെ cos x plus cos y അതെന്താണ്? 2 cos x plus y by 2 cos x minus y by 2. ഓക്കെ. അപ്പോൾ എന്ത് വരും? ദിസ് ഇംപ്ലൈസ് 2 sin x plus y by 2. എനിക്ക് 2 ക്യാൻസൽ ചെയ്യാമല്ലോ. സോ ഇവിടെയും 2 പോയി. അപ്പോൾ sin x plus y by 2 cos x minus y by 2 divided by cos x plus y by 2 cos x minus y by 2 ആണല്ലോ. അപ്പോൾ എന്ത് ക്യാൻസൽ ചെയ്യാം? ഇത് രണ്ടും സെയിം ആണ്. സോ ഐ ക്യാൻ ക്യാൻസൽ ദീസ് ആൻഡ് ഇറ്റ് ബിക്കംസ് എന്താണ്? tan സൈൻ ബൈ കോസ് അല്ലേ? tan x minus y by 2 ഈക്വൽ ടു അവർ RHS. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ്. ഇതെങ്ങനെ ചെയ്യും? ഇതും നമ്മളെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. സോ LHS ഇംപ്ലൈസ് സൈൻ എ പ്ലസ് സൈൻ ബി എന്താണ്? 2 sin x plus y by 2 cos x minus y by 2
ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് കോസ് ബി, അതെന്താണ് 2 cos x പ്ലസ് വൈ ബൈ 2 cos x മൈനസ് വൈ ബൈ 2. അപ്പോൾ ഈ കോസ് എക്സ് മൈനസ് ഇത് രണ്ടും ക്യാൻസലായില്ലേ, 2 ക്യാൻസലായി. അപ്പോൾ റിമൈനിങ് എന്ത് വന്നു, സൈൻ എക്സ് പ്ലസ് 3x ബൈ 2 4x ബൈ 2 സൈൻ 2x ഡിവൈഡഡ് ബൈ കോസ് 4x ബൈ 2 കോസ് 2x ഈക്വൽ ടു tan 2x equal to our RHS. Okay, and the next question is sin x minus sin 3x divided by sin square x minus cos square x. അപ്പോൾ ഞാൻ LHS എഴുതാൻ പോവുകയാണ്. LHS എന്താണ്, sin x minus sin 3x divided by sin square x minus cos square x-നെ ഞാൻ എങ്ങനെ എഴുതി, sin x plus cos x into sin x minus cos x എന്ന് എഴുതി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ, അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ മറ്റേ ഫോർമുല അപ്ലൈ ചെയ്യണം അല്ലേ. ഫോർമുല അപ്ലൈ ചെയ്താൽ എന്ത് വരും, സൈൻ എ മൈനസ് സൈൻ ബി, അപ്പോൾ 2 cos x പ്ലസ് വൈ ബൈ 2 sin x minus y by 2 divided by ഇതെങ്ങനെയാണ് ചെയ്യുക, ഇത് ഞാൻ ടു സൈൻ എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. 2 sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണുള്ളത്, അത് നമ്മൾ 2 sin x ആക്കണം. അപ്പോൾ ഇവിടെ ഇൻ ടേംസ് ഓഫ് സൈൻ എക്സ് ആക്കി കഴിഞ്ഞാൽ എന്ത് വരും ഈ സംഭവം, ഇവിടെ ഞാൻ സൈൻ സ്ക്വയർ എക്സ് തന്നെ എഴുതി, സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി, മൈനസ് ഈ കോസ് സ്ക്വയർ എക്സിനെ ഞാൻ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് തന്നെ എഴുതി, 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി. അപ്പോൾ എന്ത് കിട്ടി, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ദിസ് ഇംപ്ലൈസ് 2 cos 2x വരും അല്ലേ, 2 cos 2x sin x മൈനസ് 3x, അത് മൈനസ് 2x ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് വരും. അപ്പോൾ എന്ത് വരും, this is equal to 2 cos x sin minus x എന്തായിരുന്നു, മൈനസ് സൈൻ എക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ മൈനസ് 2 cos 2x sin x ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് 2 sin square x മൈനസ് 1 അല്ലേ, 2 sin square x മൈനസ് 1, 2 sin square x മൈനസ് 1. അപ്പോൾ ഈ 2 sin square x മൈനസ് 1 എന്താണ്, കോസ് സ്ക്വയർ എക്സ് അല്ലേ. 2 sin square x മൈനസ് 1 ഇസ് കോസ് 2x. 2 sin square x മൈനസ് 1 എന്തായിരുന്നു, കോസ് 2x ആയിരുന്നു. അപ്പോൾ ഇതിനെ 2 cos 2x sin x ഡിവൈഡഡ് ബൈ കോസ് 2x എന്ന് എഴുതി. അപ്പോൾ എനിക്ക് എന്ത് കട്ട് ചെയ്യാം, ഇത് രണ്ടും കട്ട് ചെയ്യാം, ആൻഡ് ദിസ് ബിക്കംസ് മൈനസ് 2 sin x. ഓക്കെ, സോറി, ദിസ് ഇസ് മൈനസ് കോസ് 2x. 2 sin square x മൈനസ് 1 എന്താണ്, മൈനസ് കോസ് 2x ആണ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 sin square x, 1 മൈനസ് 2 sin square x ആണ്. അപ്പോൾ ഇത് മൈനസ് കോസ് 2x ആണ്. സോ ദിസ് ഇസ് മൈനസ് 2 sin x ഡിവൈഡഡ് ബൈ മൈനസ് 1. ദിസ് ഇംപ്ലൈസ് 2 sin x ഈക്വൽ ടു RHS. ആൻഡ് ദിസ് ഇസ് ദ പ്രൂഫ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇവിടെ ശരിക്കും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാതെ ഡയറക്റ്റ് സൈൻ സ്ക്വയർ എക്സ് എഴുതിയിട്ട് ഈ കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക.
എന്നിട്ട് ഇങ്ങനെ ചെയ്തു പോവാം. സോ 2 sin square x minus 1 നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് കോസ് 2x എന്ന് കൊടുക്കാം. ആൻഡ് ദേ ക്യാൻസൽ ഔട്ട് ആൻഡ് ദിസ് ഇസ് RHS. ഓക്കെ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cos 4x plus cos 3x plus cos 2x divided by sin 4x. ഇതെങ്ങനെ ചെയ്യും? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇതും നമ്മൾ LHS തുടങ്ങുകയാണ്. LHSൽ തുടങ്ങി. അപ്പോൾ ഈ LHSൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഈ 4xും 2xും ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 6x/2 വരും അല്ലേ? 6x/2 ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻ്റഗ്രൽ വാല്യൂ കിട്ടും. പക്ഷേ ഞാൻ ഇത് രണ്ടുമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് എന്ത് കിട്ടും? 4x + 3x 7x/2 3.5x എന്ന് കിട്ടും. അതൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റലിജൻ്റ്ലി ചൂസ് ചെയ്യണം. എങ്ങനെ? ഈ 4xനെയും 2xനെയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരില്ല? ഡെസിമൽ വരില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. cos 4x പ്ലസ് cos 2x പ്ലസ് cos 3x ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇതിനെ രണ്ടിനെയും കൂടി എനിക്ക് ആഡ് ചെയ്തിട്ട് മറ്റേ ഫോർമുല യൂസ് ചെയ്തിട്ട് എഴുതാമല്ലോ. sin a + sin b ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? cos a + cos b ചെയ്ത് കഴിഞ്ഞാൽ 2 cos x + y/2 x + y/2 cos x - y/2 പ്ലസ് എന്തും കൂടെ ഉണ്ട്? ഒരു cos 3x കൂടെ ഉണ്ട് അല്ലേ? cos 3x എഴുതി. ഡിവൈഡഡ് ബൈ എന്ത് വന്നു? sin a + sin b. sin a + sin b എന്തായിരുന്നു? 2 sin ആയിരുന്നു. 2 sin x + y/2 cos x - y/2 പ്ലസ് sin 3x എഴുതി. ഇനി ഇവിടെ 4 + 3 4 + 2 6x/2 3x വരും. അപ്പോൾ എന്ത് കിട്ടി? 2 cos 3x cos x പ്ലസ് cos 3x ഡിവൈഡഡ് ബൈ 2 sin 3x cos x plus sin 3x. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് എനിക്ക് cos 3x ഔട്ട്സൈഡ് എടുക്കാം, ഇവിടെ നിന്ന് sin 3x ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ അതെന്ത് വരും? ഞാൻ cos 3x ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ cos 3x ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ എന്ത് വരും? cos 3x പോയി കഴിഞ്ഞാൽ 2 cos x വരും അല്ലേ? 2 cos x പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഞാൻ എന്ത് ഔട്ട്സൈഡ് എടുത്തു? sin 3x എടുത്തു. sin 3x എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? sin 3x പോയി കഴിഞ്ഞാൽ 2 cos x പ്ലസ് 1. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? cos 3x/sin 3x. ഇത് രണ്ടും ക്യാൻസൽ ആവുമല്ലോ, ഇത് രണ്ടും സെയിം ടേംസ് അല്ലേ? അപ്പോൾ എനിക്ക് ഈക്വൽ ടു എന്ത് കിട്ടി? cos/sin ആണ്. അപ്പോൾ അതെന്താണ്? cot 3x ആണ്. ദിസ് ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, സോ ഇങ്ങനെയാണ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? cot x cot 2x മൈനസ് cot 2x cot 3x മൈനസ് cot 3x cot x ഈക്വൽ ടു 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലെന്തെങ്കിലും കോമൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ എന്താണ്? ഇതിൽ cot 3x കോമൺ ആണ് അല്ലേ? രണ്ട് ടേമിലും ഈ രണ്ട് ടേമിലും cot 3xും cot 3x കോമൺ ആണ്. അപ്പോൾ ഞാൻ ഈ cot 3xനെ കോമൺ ഔട്ട്സൈഡ് എടുത്ത് കഴിഞ്ഞാൽ അതിനെ എനിക്ക് x + 2x ആക്കി എഴുതിക്കൂടെ? അപ്പോൾ എനിക്ക് ഈ cot x + y ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു cot x + y? എന്താണ് cot x + y cot x cot y minus 1 divided by cot x plus cot y. ഇതായിരുന്നല്ലോ. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ ഞാൻ LHS implies
എൽ എച്ച് എസ് ഇംപ്ലൈസ് എന്താണ്? കോട്ട് എക്സ് കോട്ട് 2x മൈനസ് കോട്ട് 2x കോട്ട് 3x മൈനസ് കോട്ട് 3x കോട്ട് എക്സ്. ഇതാണ് എന്ത്? ഇതാണ് എൻ്റെ എൽ എച്ച് എസ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേം ഞാൻ അവിടെ തന്നെ നിർത്തി. ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദി ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിലും തേർഡ് ടേമിലും കോട്ട് 3x കോമൺ ആണ്. അപ്പോൾ ഞാൻ ഒരു മൈനസ് കോട്ട് 3x ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്ത് വരും? കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ കോട്ട് 3xനെ 2x പ്ലസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ആ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് എഴുതി. ദിസ് ഇംപ്ലൈസ് കോട്ട് എക്സ് കോട്ട് 2x മൈനസ് ഈ കോട്ട് എക്സ് പ്ലസ് വൈക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1. അപ്പോൾ കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ ഇൻറ്റു കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് എന്ന് എഴുതി. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഡിനോമിനേറ്ററും ഇവിടെ കിടക്കുന്ന ന്യൂമറേറ്ററും സെയിം അല്ലേ? ക്യാൻസൽ ചെയ്യാലോ. കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് ആണ്, കോട്ട് 2x പ്ലസ് കോട്ട് എക്സ് ആണ്. സോ ഇഫ് ഐ ക്യാൻസൽ ദം എന്ത് കിട്ടും? ഇത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇറ്റ് ഇംപ്ലൈസ് കോട്ട് എക്സ് കോട്ട് 2x മൈനസ് കോട്ട് 2x കോട്ട് എക്സ് പ്ലസ് 1. അപ്പോൾ ഈ രണ്ട് സംഭവം സെയിം ആണല്ലോ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ഈക്വൽ ടു 1 ഈക്വൽ ടു RHS എന്ന് കിട്ടി. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? tan 4x ഈക്വൽ ടു 4 tan x ഇൻറ്റു 1 മൈനസ് tan സ്ക്വയർ എക്സ് ബൈ 1 മൈനസ് 6 tan സ്ക്വയർ എക്സ് പ്ലസ് tan റേസ് ടു 4x. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നത് tan 4x ആണ്. പക്ഷേ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നത് tan 4xും റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നത് tan xും ആണ്. അപ്പോൾ ഈ tan 4xനെ നമ്മൾ എങ്ങനെയെങ്കിലും tan xൻ്റെ ടേംസിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് LHS എടുക്കാൻ പോവാണ്. LHS എന്താണ്? LHS ഈക്വൽ ടു LHS ഇംപ്ലൈസ് tan 4x. അപ്പോൾ ഈ tan 4xനെ നമുക്ക് പെട്ടെന്ന് tan 2 ഇൻറ്റു 2x എന്ന് എഴുതാമല്ലോ. എന്നിട്ട് മറ്റേ tan 2xൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? tan 2 ഇൻറ്റു 2x. ബട്ട് വി നോ ദാറ്റ് എന്താണ്? tan 2x എന്തായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ? tan 2x എന്താണ്? 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. പഠിച്ചതാണല്ലോ. അപ്പോൾ ആ ഫോർമുല ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ എന്ത് വരും? 2 tan x, ഇവിടുത്തെ x എന്താണ്? 2x ആണ് അല്ലേ? 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. ഓക്കെ, സ്റ്റിൽ ഈ സംഭവം tan 2xൻ്റെ ടേംസിലേ ആയിട്ടുള്ളൂ. നമുക്ക് tan xൻ്റെ ടേംസിലാണ് ആക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ tan 2xനെ വീണ്ടും നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. ഈ ഫോർമുല ഞാൻ വീണ്ടും കൊടുത്തു. അപ്പോൾ എന്താ വരിക? 2 ഇൻറ്റു tan 2xനെ ഞാൻ എന്ത് കൊടുത്തു? 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? 1 മൈനസ് tan സ്ക്വയർ 2x. അതിന് വീണ്ടും ഞാൻ ആ ഫോർമുല കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ദിസ് ഇംപ്ലൈസ് നോക്കാം. ഫസ്റ്റ് ടേം 4 tan x വരും ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ, ഇനി ഞാൻ ഈ താഴത്തെ സംഭവം എഴുതാൻ പോവാണേ. താഴത്തെ സംഭവം എന്താണ്? 1 മൈനസ് tan സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് ഇത് സ്ക്വയർ ചെയ്താൽ എന്ത് വരും?
4 tan square x divided by 1 minus tan square x the whole square. ഓക്കെ, ശരിയല്ലേ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്തെങ്കിലും കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ദിസ് ഈക്വൽ ടു 4 tan x റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ സംഭവം അതെന്താണ്? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സും ഒരു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സും കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി എന്ത് വന്നു? ബാക്കി എഴുതാൻ പോവാണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 4 tan x ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് 4 tan x ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് വന്നു? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് അല്ലേ? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് വന്നു. ഇനി ഞാനിത് എഴുതി നോക്കാൻ പോവാണ്. ഫസ്റ്റത്തെ സംഭവം ന്യൂമറേറ്റർ അങ്ങനെ തന്നെ വന്നൂലേ, അത് കിട്ടി. അപ്പോൾ ഇനി ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് വരും? 4 tan x ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് വരും. അപ്പോൾ എന്ത് വന്നു? ഇവിടെ ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ വരും അല്ലേ? ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു? 4 tan x ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മൈനസ് 2 tan എക്സും മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് അല്ലേ? ദിസ് ഇസ് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദി ഹോൾ സ്ക്വയർ. അപ്പോൾ മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ടാൻ റേസ് ടു 4x ഈക്വൽ ടു RHS. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ പ്രൂഫ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി കോസ് റേസ് ടു 4x ഈക്വൽ ടു 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഇതും അതേപോലെ തന്നെ നമുക്ക് RHSൽ നോക്കുമ്പോൾ കോസ് എക്സും സൈൻ എക്സും ആണ് ഉള്ളത്. പക്ഷേ LHSൽ നോക്കുമ്പോൾ എന്താണുള്ളത്? കോസ് 4x ആണ്. അപ്പോൾ ഈ കോസ് 4xനെ എങ്ങനെ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ടേംസിലേക്ക് ആക്കാം എന്നുള്ള ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റീസ് നമ്മൾ ആലോചിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ LHS കൺസിഡർ ചെയ്തു. LHS ഇംപ്ലൈസ് എന്താണ്? കോസ് 4x ആണ് അല്ലേ? ഈ കോസ് 4xന് എനിക്ക് എന്ത് എഴുതാം? കോസ് 2 ഇൻറ്റു 2x എന്ന് എഴുതാമല്ലോ. സോ കോസ് 4x വിൽ ബി ഈക്വൽ ടു കോസ് 2 ഇൻറ്റു 2x. ബട്ട് വി നോ ദാറ്റ് ഇൻ ദ കോസ് 2 ഇൻറ്റു 2x എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടില്ലേ? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ് എന്ത്? കോസ് 2x നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇംപ്ലൈസ് അല്ല, വി ഹാവ് സ്റ്റഡീഡ് ദിസ്. എന്ത്? കോസ് 2xന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ കോസ് 2xനെ എനിക്ക് മാറ്റി എങ്ങനെ എഴുതാം? എൻ്റെ LHS ഇംപ്ലൈസ് എന്ത് വരും? കോസ് 2xനെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2x എന്ന് എഴുതാം. കാരണം ഇവിടുത്തെ എക്സ് എന്താണ്? 2x ആണ്. അപ്പോൾ എനിക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2x എന്ന് എഴുതാം. നെക്സ്റ്റ്, ഈ സൈൻ 2xനെ എനിക്ക് മാറ്റിയിട്ട് എന്തിൻ്റെ ടേംസിലാണ്? സൈൻ എക്സ് കോസ് എക്സ് ആ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സൈൻ 2xൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. നമ്മൾ പഠിച്ചിട്ടില്ലേ സൈൻ 2x എന്താണ്? സൈൻ 2x ഈക്വൽ ടു 2
സൈൻ എക്സ് കോസ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഇംപ്ലൈസ് എന്താണ് 1 മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ 2x. സൈൻ സ്ക്വയർ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇംപ്ലൈസ് 1 മൈനസ് 2 ഇൻറ്റു ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് കിട്ടും. സോ ദിസ് ഇസ് 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു RHS. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. ഇങ്ങനെയാണ് ഈ പ്രൂഫ് ചെയ്യുക. ഇനി ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് കോസ് 6x ഈക്വൽ ടു 32 കോസ് റേസ് ടു 6x മൈനസ് 48 കോസ് റേസ് ടു 4x പ്ലസ് 18 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ ഫുള്ള് കോസിൻ്റെ ടേംസിലാണല്ലേ. നമുക്ക് RHS നോക്കുമ്പോൾ ഫുള്ള് കോസിൻ്റെ ടേംസിലാണ്, LHS നോക്കുമ്പോൾ ഫുള്ള് കോസ് എക്സ് ആണ്, അല്ല കോസ് 6x ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ കോസ് 6xനെ നമ്മൾ എന്താക്കണം? കോസ് എക്സിൻ്റെ ടേംസിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ട ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഫോർമുല കോസ് 2x ഉണ്ട് അല്ലേ. കോസ് 2x ആക്കി എഴുതാം. കോസ് 2 ഇൻറ്റു 3x എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കോസ് 3 ഇൻറ്റു 2x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കോസ് 3 ഇൻറ്റു 2x എഴുതി കഴിഞ്ഞാൽ എന്താണ് ഗുണം? എനിക്ക് കോസ് 3xൻ്റെ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു കോസ് 3x എന്തായിരുന്നു? 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇതായിരുന്നല്ലോ നമ്മളെ കോസ് 3xൻ്റെ ഫോർമുല. അപ്പോൾ ആ ഫോർമുല ഇവിടെ യൂസ് ചെയ്യാൻ പോവാം. ഞാൻ ആദ്യം LHS എടുത്തു. LHS എന്താണ്? കോസ് 6x ആണ്. അതിന് ഞാൻ കോസ് 3 ഇൻറ്റു 2x എന്ന് എഴുതി. അപ്പോൾ ഈ കോസ് 3x എന്തായിരുന്നു? 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് മൈനസ് 3 കോസ് എക്സ്. 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് എഴുതി. ഇത് സിംപ്ലൈസ്. ഈ കോസ് 2xനെ എങ്ങനെ എഴുതാൻ പറ്റും? കോസ് 2xനെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. കോസ് 2x കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ വീണ്ടും സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. അപ്പോൾ എന്തെഴുതാൻ പറ്റും? കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അല്ലെങ്കിൽ ഇതെന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ കോസ് 2xനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എഴുതാം. അപ്പോൾ അത് ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. 4 ഇൻറ്റു കോസ് 2xനെ ഞാൻ എന്ത് കൊടുത്തു? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് അല്ലേ, ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു കോസ് 2x എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ എനിക്കിനി എ മൈനസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. എന്താണ് എ മൈനസ് ബി ഹോൾ ക്യൂബ്? എ ക്യൂബ് എ ക്യൂബ് അല്ലേ. എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് മൈനസ് ഇനി എന്തുണ്ട് ഇവിടെ? 3 ഇൻറ്റു 2 മൈനസ് 6 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 3. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 8 4s are 32 കോസ് റേസ് ടു 6x മൈനസ് 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 4 48 അല്ലേ. 48 കോസ് റേസ് ടു 4x പ്ലസ് 3 ഇൻറ്റു 4 12. 12 ഇൻറ്റു 2 24. 3 ഇൻറ്റു 2
3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 4 24 കോസ് സ്ക്വയർ എക്സ് മൈനസ് 4 ആണ് വരിക. ഓക്കെ, 4 ഇൻറ്റു -1 -4 ബാക്കി -6 കോസ് സ്ക്വയർ എക്സ് +3. അപ്പോൾ ഇതെന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 32 കോസ് റേസ് ടു 6x മൈനസ് 48 കോസ് റേസ് ടു 4x പ്ലസ് 24 കോസ് സ്ക്വയർ എക്സ് മൈനസ് 6 കോസ് സ്ക്വയർ എക്സ് മാറിയിട്ട് എന്ത് വരും? 18 കോസ് സ്ക്വയർ എക്സ് അല്ലേ? 24 മൈനസ് 6 18 കോസ് സ്ക്വയർ എക്സ് മൈനസ് 4 പ്ലസ് 3 -1 ഈക്വൽ ടു RHS. സോ ദിസ് ഇസ് ഹൗ വി ഡു ദിസ് പ്രോബ്ലം. കണ്ടോ, നമുക്ക് RHS കിട്ടിയില്ലേ? 32 കോസ് റേസ് ടു 6x മൈനസ് 48 കോസ് റേസ് ടു 4x പ്ലസ് 18 കോസ് സ്ക്വയർ എക്സ് -1. അതാണ് നമ്മളെ RHS.